അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് സീറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള അബുദാബി സുന്നി സെൻ്ററിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 10ാമത് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിലൂടെയുള്ള യാത്രയാകുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു. മഹൂരിബത്ത് ഖത്തു ഇല്ലാദ മിൻ ഹറബി അദൽ ആദി ഇലൈഹാ മുൽഖിയസ്സലമി റദ്ദത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമി ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസാത്താകുന്ന ഖുർആനിൻ്റെ ഷറഫുകളിലേക്ക്, ബഹുമതികളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. മാഹൂരിബത്ത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി. കഠിന ശത്രുക്കൾ ഏറ്റുമുട്ടാൻ വന്നപ്പോഴെല്ലാം അവർ ഖുർആനിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി യുദ്ധത്തിൽ തോറ്റോടിയതല്ലാത്ത ഒരു ചരിത്രവുമില്ല എന്ന് പറയുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. എക്കാലത്തും പരിശുദ്ധമായ ഖുർആനിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തെല്ലാം ഒരു കാലത്തുമുള്ള ശത്രുവിനും ഖുർആനിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ്. പലപ്പോഴും എതിരിടാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ വെല്ലുവിളിച്ചു. ഖുർആനിന് മറ്റുള്ളവർ പിന്തുണ പ്രഖ്യാപിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഖുർആനോട് ആര് എതിരിടുന്നുവോ ഖുർആന് തന്നെ അവരെ നേരിടും എന്നതാകുന്നു ഖുർആനിൻ്റെ പ്രത്യേകത. എതിരിടാൻ ആര് എപ്പോൾ വന്നുവോ അവരൊക്കെയും ആയുധം വെച്ച് കീഴടങ്ങി തോറ്റു ഓടിപ്പോകുന്ന രംഗം ലോകചരിത്രത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എവിടെയും ഒരു എതിരാളിക്കും പിടിച്ചു നിൽക്കാൻ ആയിട്ടില്ല എന്നതാകുന്നു പരിശുദ്ധമായ ഖുർആനിൻ്റെ ചരിത്രം. അതിലേക്ക് വിരൽ ചൂണ്ടുകയാകുന്നു മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. മഹൂരിബത്ത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി അദൽ ആദി ഇലൈഹാ മുൽഖിയസ്സലമി. ഖുർആനെ ഞാൻ വെല്ലുവിളിക്കും, എനിക്ക് തോൽക്കാൻ ഒരു മനസ്സുമില്ല എന്ന് വീരവാദം മുടക്കിയ പല ആളുകളും കഴിഞ്ഞുപോയിട്ടുണ്ട്. ചില ആയത്തുകളുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ, ഖുർആനോട് സമാനമായിട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ട് അത് തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയ അവസ്ഥയായിരുന്നു ഉണ്ടായത്. അവരുടെ ഇടയിൽ തന്നെ സ്വയം പരിഹാസ്യരാവുകയാണ് അത്തരക്കാർ ചെയ്തത് എന്നാണ്. പക്ഷേ അതൊക്കെ അവരോടൊക്കെ ഖുർആൻ തന്നെയാകുന്നു നേരിട്ടത് എന്നതാണ്. ഇതൊക്കെ സത്യത്തിൽ
ഹൃദയത്തിൽ വക്രതയില്ലാത്തവരെ ഒരിക്കലും തന്നെ ഇത് ബാധിക്കുകയില്ല. ഹൃദയത്തിൽ പരിശുദ്ധമായ ഖുർആനോട് കുശുമ്പും ദേഷ്യവും ഒക്കെ നിലനിൽക്കുന്ന ആളുകളാകുന്നു ഇതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ ശ്രമം നടത്തി പരാജയപ്പെട്ടത് എന്നർത്ഥം. കാരണം ഖുർആനോട് മത്സരിക്കാൻ കഴിയില്ല എന്ന ആളുകൾ സ്വയം തന്നെ തോറ്റ് പിന്മാറിയിട്ട് അവർ ഖുർആനിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത് എന്നതാണ്. കാരണം മാർഗദർശകമായി ഈ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് മറ്റൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ആ ഗ്രന്ഥം അതിൽ ഒരു സംശയവുമില്ല. സംശയങ്ങൾ ആരൊക്കെ ജനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങളിലൊക്കെ സത്യത്തിൽ അവർ തന്നെ സംശയാലുക്കളാകുന്നു എന്നതാണ്. അതുകൊണ്ട് സൂക്ഷ്മാലുക്കളായിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാർഗദർശനമാകുന്നു എന്നതാണ്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയട്ടെ, റദ്ദത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമീം. കുടുംബത്തിന് മേൽ പ്രത്യേക ശ്രദ്ധയുള്ളവർ അവരെ വീട്ടിലെ സ്ത്രീകൾക്ക് നേരെ വരുന്ന ശല്യക്കാരെ എപ്രകാരം തടുക്കുന്നുവോ അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ സമ്പുഷ്ടി എതിരാളികളുടെ സർവത്രവാദങ്ങളെയും പൊളിച്ചടക്കി എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. കുടുംബത്തിലെ സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് നിരന്തരം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ കുടുംബത്തിലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കളയുമോ എന്ന് സദാസമയവും നോക്കി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മുമ്പിൽ അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ ഏതെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ അദ്ദേഹം അയാളെ എങ്ങനെ നേരിടും? മറ്റൊരാളെ പോയി വിളിച്ച് അതിനുള്ള സമയം അവർ കണ്ടെത്തുകയില്ല. ആ സമയം തന്നെ അവരെ നേരിടും എന്നതാണ്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഉപമിക്കുന്നത്. അതേ പ്രകാരം എതിരാളികളെ വിശുദ്ധ ഖുർആനിലെ സാഹിത്യ സമ്പുഷ്ട നേരിട്ടിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾക്ക് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിനുമേൽ ഒന്നായി വരുന്ന അർത്ഥങ്ങളുണ്ട്. അത് മുഴുവനായിട്ട് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഓരോരുത്തർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥഗാംഭീര്യം വളരെ വലിയതാകുന്നു എന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒരുപാട് ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്നവർ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് കടലിലെ തിരമാലകൾ കണക്കെ ഒന്നിനുമേൽ ഒന്നായി വരുന്ന അർത്ഥങ്ങളുണ്ട്. നന്മയിലും മൂല്യത്തിലും കടലിലെ മുത്തുകളേക്കാൾ മീതയാകുന്നു അതിൻ്റെ സ്ഥാനം. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. കടലിലെ മുത്തുക്കളേക്കാൾ മീതയാകുന്നു പരിശുദ്ധമായ ഖുർആനിൻ്റെ സ്ഥാനം. കടലിലെ തിരമാലകൾ ഒന്നിനുമേൽ ഒന്നായി നിരന്തരം കടന്നു വരുന്ന പോലെ വിശുദ്ധ ഖുർആൻ അർത്ഥങ്ങൾ പരിധിയില്ല. തിരമാലകൾ കണക്കെ ആഞ്ഞു വീശുകയാണ്. ആ കടലിലെ അമൂല്യങ്ങളാകുന്ന വിലമതിക്കാൻ കഴിയാത്ത മുത്തുകളേക്കാൾ മൂല്യവും മേന്മയും കൂടിയതാകുന്നു വിശുദ്ധ ഖുർആൻ. വളരെ മനോഹരമായിട്ടാണ്
പരിശുദ്ധമായ ഖുർആനിൻ്റെ അർത്ഥങ്ങളെ, ആശയങ്ങളെ മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു കടലിലെ തിരമാലകളോടും അതിലെ മുത്തുകളോടും ഉപമിക്കുന്നത്. റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമീം. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആശയഗാംഭീര്യത, സാഹിത്യമേന്മ, ഇത് രണ്ടിനെയും വിമർശിക്കുന്നവൻ്റെ വാദഗതികളെ ഒരു ആത്മാഭിമാനി തൻ്റെ സഹധർമ്മിണിയെ കടന്നു പിടിക്കാൻ വരുന്നവനെ എപ്രകാരമാണോ നേരിട്ടത് അല്ലെങ്കിൽ വിരട്ടി അയക്കുന്നത്, അതുപോലെ വിരട്ടി ഓടിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആവശ്യത്തിലുപരി എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കെ സന്ദർഭോചിതമായിരിക്കും അതിൻ്റെ എല്ലാ ആയത്തുകളും എന്നതാണ്. ഇവിടെ അതെന്തിന് പ്രയോഗിച്ചു, അതല്ലെങ്കിൽ എന്തുകൊണ്ട് അതെടുത്തു പറഞ്ഞില്ല എന്നത് ഒന്നുമില്ല എന്നുള്ളതാണ്. ചില പദങ്ങൾ പറയാതെ പറഞ്ഞു എന്ന് വരുത്തേണ്ട സാഹചര്യമാണെങ്കിൽ ആ പദങ്ങൾ തുറന്നു പറയുന്നത് ഒഴിവാക്കും. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ നിഷേധ സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ ശക്തി പ്രകടനത്തോടെ വിഷയം അവതരിപ്പിക്കും. ചില വിഷയങ്ങൾ തെളിച്ച് പറയേണ്ട പദങ്ങൾ ഒരു നിലക്കും വിട്ടുപോവുകയില്ല. എന്നാൽ ചേർത്തു വെച്ച് പറയേണ്ട ചില കാര്യങ്ങൾ അത് വിടർത്തി പറയുകയുമില്ല. തിരിച്ചും അങ്ങനെ തന്നെ. രണ്ട് പദങ്ങളെ തമ്മിൽ തുന്നിപ്പിടിപ്പിക്കാൻ പരിശുദ്ധമായ ഖുർആനിൽ ചില നൂലുകളുണ്ട്. ആ നൂലുകൾ വിവിധാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആശയക്കുടങ്ങളായിരിക്കും. ഒരു കുടം നിറച്ചു വെച്ചതാവില്ല മറ്റേ കുടത്തിൽ. പൊതുസ്വഭാവം രണ്ടിനും ഒന്ന് തന്നെയാണെന്നു വരാം. ഈ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ വളരെ മികച്ചതാകുന്നു. എന്തുകൊണ്ടാകുന്നു ഇത് മനുഷ്യനിർമ്മിതമല്ല എന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെതാകുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാകുന്നു അതിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെയാകുന്നു എതിരാളികൾ പരാജയപ്പെട്ടു പോകുന്നതും. പല ചരിത്ര സംഭവങ്ങളും പല കഥകളും പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ തന്നെയാകുന്നു. അതുകൊണ്ട് ഖുർആനിലുടനീളം പരന്നുകിടക്കുന്ന സാഹിത്യപരത സ്വയം പ്രകാശിക്കുന്ന ബൾബുകളാകുന്നു. സ്വയം പ്രകാശിക്കുന്ന ബൾബുകളാകുമ്പോൾ പുറത്തു നിന്ന് ഇന്ധനം വേണ്ട ആവശ്യമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്തുള്ള ഒരാൾ ഖുർആനെ പരിചയപ്പെടുത്തി ഖുർആനിൽ ഇങ്ങനെയാകുന്നു എന്ന് വാദിക്കേണ്ട അവസരം ഇല്ല എന്നർത്ഥം. അത് സ്വയം തന്നെ ഖുർആൻ നേരിട്ടുകൊള്ളും എതിരാളികളെ. ഭാര്യയെ തൊടാൻ വരുന്നവൻ്റെ കൈവെട്ടാൻ ആത്മാഭിമാനമുള്ള ഭർത്താവിന് ഒരാളെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെയാകുന്നു എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമീ. റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമീ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തൻ്റെ സഹധർമ്മിണിയെ കടന്നുപിടിക്കാൻ വരുന്നവനെ എപ്രകാരമാണോ മറ്റാരുടെയും ആവശ്യമില്ലാതെ ഒരു സഹായിയില്ലാതെ വിരട്ടുക, അതുപോലെയാകുന്നു വിരട്ടിയോടിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എതിരാളികളെ. എന്തുകൊണ്ട്? ഇത് പടച്ച തമ്പുരാൻ്റെ ഭാഗത്ത് നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തന്നെ അതിന് വേണ്ടത് ചെയ്യും. അതിന് മറ്റാളുകളുടെ ആവശ്യം ഇല്ല എന്നതാകുന്നു. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി
ഫിൽ ഹുസ്നി വൽ ഖിയമീ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, കടലിലെ തിരമാലകൾ ഒന്ന് മറ്റൊന്നിലേക്ക് നീണ്ടു പരസ്പരം സഹായിച്ചു നിൽക്കുന്ന ആശയങ്ങളുമായിട്ടാണ് ഖുർആനിൻ്റെ കിടപ്പ്. എന്നാൽ മൂല്യങ്ങളുടെ വിഷയത്തിൽ, മനോഹാരിതയുടെ വിഷയത്തിൽ കടലിൽ നിന്നെടുക്കുന്ന മുത്തിനേക്കാൾ, കടലിൽ നിന്നെടുക്കുന്ന മുത്തുകൾ തന്നെ അതിൻ്റെ വിലയിടാൻ ആരും തന്നെ ധൈര്യപ്പെടാറില്ല. എന്നാൽ ആ അമൂല്യമായിരിക്കുന്ന, വിലയിടാൻ കഴിയാത്ത ഏറ്റവും മികച്ച മുത്ത്, ആ മുത്തിനേക്കാളും മികച്ചതാകുന്നു പരിശുദ്ധമായ ഖുർആനിൻ്റെ സാരങ്ങൾ എന്ന് പഠിപ്പിക്കാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആശയങ്ങൾ മനുഷ്യചിന്തയല്ല. മനുഷ്യചിന്തയായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പിഴവുകളൊക്കെ സംഭവിക്കും. ഗ്രന്ഥത്തിൻ്റെ വിവിധ പേജുകൾ തമ്മിൽ പൊരുത്തക്കേട് കണ്ടെന്നു വരും. മനുഷ്യനിർമ്മിതമായിരുന്നുവെങ്കിൽ അത് ഗ്രന്ഥകാരൻ്റെ മനസ്സിൽ ബാക്കിയുണ്ടാവണമെന്നില്ല. ആദ്യ പേജുകളിൽ അയാൾ കുറിച്ചു വെച്ച ആശയം അറിയാതെ അദ്ദേഹം ആദ്യ പേജുകളിലെ കുറിപ്പിനോട് വിപരീതമായത് ചിലപ്പോൾ അടുത്ത പേജുകളിൽ കുറിച്ചെന്ന് വരും. അത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാകുന്നു. അതേപോലെ തന്നെ വിവിധ അധ്യാപനങ്ങൾ പരസ്പരം സഹായിക്കാതെ വേറിട്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഒരു ചരിത്രം പറയുമ്പോൾ മറ്റൊരു ചരിത്രം അതിന് തുടർച്ചയായിട്ട് പറയുമ്പോൾ വേറിട്ട് പല ആശയങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെയില്ല. ഒരു ഗ്രന്ഥത്തിൻ്റെ മഹിമ അതിലെ എല്ലാ ആശയങ്ങളും പരസ്പര സഹായികളാകുന്നതിലാണ്. ഇതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ ഉറപ്പ് പോലെ എന്ന്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഉദാഹരണമായിട്ട് പറയുന്നത് കമൗജിൽ ബഹരി, സമുദ്രത്തിൻ്റെ തിരമാല കണക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച പോലെ, അല്ലെങ്കിൽ സാധാ ഒരു കടൽ മല്ല പോലെയായി ഇരിക്കും അത്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമീ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ മഅനകൾ, അർത്ഥങ്ങൾ, അർത്ഥഗാംഭീര്യം കടലിലെ സമുദ്രങ്ങൾ കണക്കെ ഒന്നിനുമേൽ ഒന്നുപോലെയായിട്ട് വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമീ. ഒരു തിരമാല മറ്റൊരു തിരമാലയെ സഹായിച്ചു നിൽക്കുന്നില്ലെങ്കിൽ അവിടെ തിരമാലയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു, കേവലം വെള്ളം മാത്രമായിട്ട് മാറും. അങ്ങനെയല്ലേ അടിച്ചു വരുന്ന തിരമാലകൾ, വലിയ വലിയ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നു. അതുകൊണ്ടാകുന്നു അത് തിരമാലയാകുന്നത്, അല്ലെങ്കിൽ വെള്ളമായിട്ട് മാറൂലേ. അങ്ങനെയാകുന്നു പരിശുദ്ധമായ ഖുർആൻ മഅനകളുടെ വിഷയത്തിൽ. എന്നാൽ വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമീ, മുത്തുകൾക്ക് സ്വതവേ ഭംഗിയുണ്ട്, ഖുർആനികാശയങ്ങൾക്ക് അതിലേറെ ശോഭയുണ്ട്. മുത്തുകൾ വിലമതിക്കാൻ കഴിയാത്ത മുത്തുകൾ കോർത്തുവച്ചാൽ ശോഭ വർദ്ധിച്ചു. ഖുർആനിൻ്റെ ആശയങ്ങൾ ചേർത്തുവച്ചാൽ ഈ ആശയമാലയോളം സുന്ദരമായ മറ്റൊരു മാലയേ ഇല്ല എന്ന് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഓരോ വരികൾ, അതിൻ്റെ ശബ്ദഭംഗി, അതിൻ്റെ ചേർച്ച, അതിൻ്റെ ബലാഗത്ത്, അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടത എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു മനോഹരമാകുന്നു. അതിൻ്റെ മനോഹാരിത പോലെ ഒരു കവിതക്കുമുണ്ടാവൂല, ഒരു എഴുത്തിനുമുണ്ടാകൂല, ഒരു എഴുത്തുകാരൻ്റെ സാഹിത്യത്തിനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുത്തുമാലക്ക് ഒരു പക്ഷേ വില കണക്കാക്കാം. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയമാല ഇത് അമൂല്യമാകുന്നു. ഒരാൾക്കും തന്നെ വിലയിടാൻ സാധ്യമല്ല.
അത് അമൂല്യമാകുന്നു, വിലയിടാൻ കഴിയാത്തതാകുന്നു, അത് വിലമതിക്കാൻ കഴിയാത്തതാകുന്നു. ഏത് മുത്തുമാലയാണെങ്കിലും അതിനു വിലയിടാം, പക്ഷേ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയമാലക്ക് വിലയിടാൻ ഒരുത്തനും സാധ്യമല്ല എന്ന് സമർത്ഥിക്കുകയാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.